ബിഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 22 മന്ത്രിമാരും നിതീഷിനൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, മുൻ പ്രധാനമന്ത്രി ദേവഗൌഡ, മുലായം സിംഗ് യാദവ് തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തി. 9 മാസത്തിന് ശേഷം നിതീഷ് കുമാർ വീണ്ടും ബിഹാറിന്റെ മുഖ്യമന്ത്രി. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ കേസരിനാഥ് ത്രിപാഠി നിതീഷിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. RJDയും കോൺഗ്രസും സർക്കാരിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ആദ്യഘട്ടത്തിൽ ഇരു പാർട്ടികളും മന്ത്രിസഭയിൽ ചേർന്നിട്ടില്ല. പ്രഖ്യാപനം പോലെ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് BJP വിരുദ്ധ സഖ്യത്തിന്റെ ശക്തിപ്രകടനം കൂടിയായി മാറി. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, അസം മുഖ്യമന്ത്രി തരുൺ ഗൊഗോയ്, മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, സമാജ്വാദി പാർട്ടി നേതാവ് മുലായം സിംഗ് യാദവ്, RLD നേതാവ് അഭയ് ചൌട്ടാല തുടങ്ങിയവർ സത്യപ്രതിജ്ഞ ചടങ്ങിന് സാക്ഷികളായി. മുൻ മുഖ്യമന്ത്രി ജിതൻ റാം മാഞ്ചിയും BJP നേതാവ് സുശീൽ മോദിയും ചടങ്ങിന് എത്തിയിരുന്നു. ഭൂരിപക്ഷമില്ലാത്തതിനാൽ ജിതൻ റാം മാഞ്ചി രാജിവെച്ചതിനെ തുടർന്നാണ് സർക്കാർ രൂപീകരിക്കാൻ നിതീഷ് കുമാറിനെ ഗവർണർ ക്ഷണിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ സംസ്ഥാനത്തെ വലിയ വോട്ട് ബാങ്കായ മഹാദളിത് വിഭാഗത്തെ കൂടെ നിർത്തുക, പ്രതിപക്ഷമുയർത്തിയ അധികാരമോഹി എന്ന പ്രതിച്ഛായ മറികടക്കുക എന്നതുമാണ് നിതീഷ് കുമാറിന് മുന്നിലുള്ള വെല്ലുവിളി. റിപ്പോർട്ടർ, ദില്ലി.